അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാ വൽ മുർസലീൻ. ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, റമദാനിൻ്റെ മൂന്നാമത്തെ ദിനങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ആയത്തുൽ കുർസിയുടെ റമദാൻ സീരീസിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നും ഇത് കേൾക്കുവാനും അറിയുവാനും പഠിക്കുവാനുമുള്ള ആരോഗ്യവും അതിനുള്ള സൗഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകി. അവനെ സ്തുതിക്കുകയാണ്. നമ്മൾ ആയത്തുൽ കുർസിയുടെ വളരെ പ്രധാനപ്പെട്ട മേഖലയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയത്തുൽ കുർസി തുടങ്ങുന്നത് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതാണ്. അള്ളാഹു എന്നുള്ളത് ഇസ്മുൽ ജലാല എന്നാണ് അറിയപ്പെടുന്നത്. ജലാൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ആയത്തുൽ കുർസി ഇസ്മുൽ ജലാലയാണ്. അലിഹ യ ഇലഹു, അൽ ഇലാഹ് എന്നുള്ളതാണ് അള്ളാഹു എന്ന് പറയുന്നത് എന്നാണ് പണ്ഡിത വ്യാഖ്യാനങ്ങൾ. സാക്ഷാൽ ആരാധിക്കപ്പെടേണ്ടവൻ എന്നുള്ളതാണ് അൽ ഇലാഹ് എന്നുള്ളതിന് പൊതുവെ വ്യാഖ്യാനം നൽകപ്പെടാറുള്ളത്. അള്ളാഹു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ജലാലയാണ് എന്ന് സൂചിപ്പിച്ചു. ഖുർആനിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ, 2000-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹു എന്ന് ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അള്ളാഹു എന്നുള്ള പദം കൊണ്ട് ആയത്തുൽ കുർസി തുടങ്ങുന്നു. അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തന്നെയാണ് ആയത്തുൽ കുർസി അവസാനിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആയത്തുൽ കുർസി നമുക്കറിയാം, ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ഏത് സമയവും ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആയത്തുൽ കുർസി അത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. 5 വക്ത് നിസ്കാര നേരത്ത്, രാവിലെ, വൈകുന്നേരം, കിടക്കാൻ നേരത്ത്, ഇങ്ങനെ എപ്പോഴും പാരായണം ചെയ്യുന്ന വളരെ മഹത്വമുള്ള ആയത്താണ് എന്നാണ്. നമുക്കറിയാം, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഉബയ്യ് ഇബ്നു കഅബ്, യാ അബാ മുൻസിർ. അബാ മുൻസിർ എന്ന് വിളിക്കുമ്പോൾ അബു മുൻസിർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. യാ അബാ മുൻസിർ അതദ്രി അയ്യു ആയത്തിൻ മഅക കിതാബില്ലാഹി അഅലം. അള്ളാഹുവിൻ്റെ കിതാബിൽ ഏതാണ് മഹത്വമുള്ള ആയത്ത് എന്ന് അബൂ മുൻസിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മുൻസിറിനോട്, അതായത് ഉബയ്യ് ഇബ്നു കഅബിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം അല്ലാഹു വ റസൂലുഹു അലം എന്ന് പറഞ്ഞു. അങ്ങനെ തുടർച്ചയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി അദ്ദേഹം ഓതിയത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഭാഗമാണ്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം അറിയപ്പെട്ട ഒരു ഖാരി ആയിരുന്നു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തറാവീഹ് നിസ്കരിക്കാൻ കൽപ്പിച്ച കൂട്ടത്തിൽ, 2 പേരോട് കൽപ്പിച്ച കൂട്ടത്തിൽ ഒന്ന് ഉബയ്യ് ഇബ്നു കഅബ് ആയിരുന്നു ഇമാമായി നിൽക്കാൻ കൽപ്പിക്കപ്പെട്ടത് എന്നുള്ള ചരിത്രം നാം ഇവിടെ ഓർക്കേണ്ടതാണ്. ഉബയ്യ് ഇബ്നു കഅബ് അവിടെ അറിയപ്പെട്ട ഖാരികളിൽ ഒരാളായിരുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ ഒരാളായിരുന്നു എന്നുള്ളതും അറിയുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്, ഹദീസുകളിലേക്ക് വന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബിനെ പോലെയുള്ള വളരെ പ്രസിദ്ധനായ ഒരു സഹാബിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യവും ഉത്തരവും. അവിടെ ഏതാണ് മഹത്വമുള്ള ആയത്ത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് അത് ആയത്തുൽ കുർസിയാണ് എന്നുള്ളതാണ്. ഈ രൂപത്തിൽ ആയത്തുൽ കുർസി അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ വിശദീകരണവും പഠിക്കേണ്ടത് നമ്മുടെ ബാധ്യതയായിട്ട് നാം കാണണം എന്നുള്ളതാണ് ആമുഖമായി നാം ഇവിടെ ഓർക്കുവാനുള്ളത്. നാം ഇൻഷാ അല്ലാഹ് അതിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. അതിൽ ലാ ഇലാഹ ഇല്ലാഹുവ എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. അപ്പോൾ അള്ളാഹു, അവനാണ് നാം ആരാധിക്കപ്പെടേണ്ടവൻ, നമ്മുടെ ആരാധ്യനാണ് അവൻ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തുൽ കുർസി ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർ ദിനങ്ങളിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ സൂചിപ്പിക്കാം, പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.